ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന വിശേഷണമുള്ള നമ്മുടെ കേരളം മതവർഗീയവാദികളുടെ പറുദീസയായി മാറിയെന്നും തീവ്രവാദികളെ റിക്രൂട്ട്മെൻറ്റ് ചെയ്യുന്ന ഒരു കേന്ദ്രമായി മാറിയെന്നുമുള്ള ആരോപണങ്ങൾ അത് ശരിയാണെന്നത് പലവട്ടം തെളിയിക്കപ്പെട്ടിട്ടും ആ ആരോപണങ്ങളെ മുഴുവൻ തള്ളിപ്പറയുവാനും ഇവിടെ ഹിന്ദുത്വ ഭീകരതയാണ് നടക്കുന്നതെന്ന മറുന്യായങ്ങൾ പറഞ്ഞ് അതൊക്കെ കേരളീയ ജനതയുടെ മനസ്സിലേക്ക് ഇങ്ങനെ കൊത്തി നിറയ്ക്കുവാനുമാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളായിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും എന്നും തയ്യാറായിട്ടുള്ളത്. ഇപ്പോഴിതാ വീണ്ടും വോട്ട് ബാങ്ക് മാത്രം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന ഇക്കൂട്ടരുടെ പിന്തുണയോടുകൂടി തീവ്രവാദവും മതഭീകരവാദവും ഈ കേരളത്തിൽ പ്രോത്സാഹിപ്പിക്കപ്പെടുന്നുവെന്ന ഒരു വ്യക്തമായിട്ടുള്ളൊരു മുന്നറിയിപ്പാണ് പാലക്കാട് തൃത്താലയിൽ ഒരു മുസ്ലിം ദേവാലയത്തിൽ നടക്കുന്ന പെരുന്നാളിനോട് അനുബന്ധിച്ച് നടന്ന ഒറൂസിൽ ആനപ്പുറത്ത് നടത്തിയ എഴുന്നള്ളിപ്പിൽ ലോകത്തെ മതഭീകരവാദ സംഘടനയായിട്ടുള്ള ഹമാസ്, ഹിസ്ബുല്ല നേതാക്കളുടെ ചിത്രങ്ങൾ പരസ്യമായി ഇങ്ങനെ ഉയർത്തിക്കാട്ടി അവർക്കുള്ള പിന്തുണ പ്രഖ്യാപിച്ചത്. ദൈവമാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്നും പ്രവാചകനാണ് ഞങ്ങളുടെ മാതൃകയെന്നും ഖുർആൻ ഞങ്ങളുടെ ഭരണഘടനയാണെന്നും ജിഹാദ് ഞങ്ങളുടെ മാർഗമാണെന്നും പറഞ്ഞ ദൈവത്തിനു വേണ്ടിയുള്ള മരണമാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹമെന്നും പ്രഖ്യാപിച്ച, അത് പ്രധാന മുദ്രാവാക്യമായി അംഗീകരിച്ചിട്ടുള്ള ഹമാസിൻ്റെ നേതാക്കളായിരുന്ന ഇസ്മയിൽ ഹനീച്ചയുടെയും യഹിയ സിൻവറിൻ്റെയും ചിത്രങ്ങൾ പതിച്ച ബോർഡുമായി 3 ആനപ്പുറത്തും ഘോഷയാത്രയിൽ 3000-ഓളം ആളുകൾ, കുട്ടികളും മുതിർന്നവരുമായി തൃത്താലയുടെ തെരുവോരങ്ങളിൽ ഇങ്ങനെ ഹമാസിനെയും ഹിസ്ബുള്ളയെയും പ്രകീർത്തിച്ചുകൊണ്ട് ഘോഷയാത്രയിൽ അണിനിരന്നപ്പോൾ ഈ പരിപാടിയെ ആശീർവദിക്കുവാൻ എത്തിച്ചേർന്നതാകട്ടെ കേരളത്തിലെ ഒരു മന്ത്രിയും CPM-ൻ്റെ നേതാവുമായ MP രാജേഷും മുൻ MLA-യും കോൺഗ്രസ് നേതാവുമായ VT ബൽറാമുമൊക്കെ ആയിരുന്നുവെന്നുള്ള അതിന് ഒരു വളരെ ഗൗരവമുള്ളൊരു കാര്യമായിരിക്കുന്നു. സംഭവം വിവാദമായപ്പോൾ ഈ പരിപാടി ഒരു ദേശോത്സവമായിരുന്നു എന്ന് വരുത്തി തീർക്കുവാനും അങ്ങനെ പറഞ്ഞ് ന്യായീകരിക്കുവാനും സംഭവത്തെ വളരെ ലഘൂകരിക്കുവാനുമാണ് ഈ നേതാക്കൾ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. തൃത്താലയിൽ നടന്നത് ഒരു ദേശത്തിൻ്റെ ഉത്സവമായിരുന്നുവെങ്കിൽ അവിടെ എങ്ങനെ ഈ ലോകത്തിൽ മതഭീകരവാദ സംഘടനയുടെ ലേബലുള്ള ഹമാസിൻ്റെ അതേപോലെ ഹിസ്ബുള്ളയുടെയൊക്കെ നേതാക്കളെത്തി? അവിടെ എങ്ങനെ പാലസ്തീന് അനുകൂലമായിട്ടുള്ള മുദ്രാവാക്യങ്ങൾ മുഴങ്ങി? അല്ലെങ്കിൽ തന്നെ ഏതാണ് ഈ ഹമാസ്? എന്താണ് അവരുടെ പ്രവർത്തനം? മുസ്ലിങ്ങളല്ലാത്തവരെയെല്ലാം ശത്രുവായി കാണുവാനും അമുസ്ലിങ്ങളെ വകവരുത്തുവാനും പഠിപ്പിക്കുന്ന ലോകത്തിലെ ഒരു തീവ്രവാദ ഭീകരവാദ സംഘടനയാണ് ഹമാസ്. 1970-കളിൽ തീഷ്ണതയും ശക്തിയും ധീരതയും അവയൊക്കെ ഇങ്ങനെ ഉയർത്തിക്കാട്ടി മുസ്ലിം ബ്രദർഹുഡിൻ്റെ ഒരു ശാഖയായി പ്രവർത്തിച്ച് ഇസ്ലാമിക പ്രതിരോധ പ്രസ്ഥാനമായി മാറിയ ഹറകത്തുൽ മുഹാവമത്തുൽ ഇസ്ലാമിയ എന്ന അറബി ആ ഒരു പദത്തിൽ ആരംഭിച്ച ഹമാസ എന്ന സംഘടന പാലസ്തീൻ കേന്ദ്രമായി, ഗാസ മുനമ്പിൽ മുഖ്യ കേന്ദ്രമായി സുന്നി ഇസ്ലാം സമൂഹത്തിൻ്റെ ഒരു രാഷ്ട്രീയ സൈനിക ശക്തിയായി മാറിയവരാണ് ഹമാസ് എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്നത്. തികച്ചും ഇസ്ലാമികവും ജൂതവിരോധവുമാണ് ഇവരുടെ മുഖമുദ്രയും. മറ്റ് ഭീകരവാദ സംഘടനകളായ ഹിസ്ബുള്ളയും ഹൂതികളുമൊക്കെ ഇവരെ പിന്തുണക്കുമ്പോൾ അഫ്ഗാനിസ്ഥാൻ, സിറിയ, അൾജീരിയ, ഈജിപ്റ്റ്, ഇറാൻ, ഖത്തർ, അതേപോലെ സുഡാൻ, സിറിയ തുടങ്ങിയ രാജ്യങ്ങൾ ഇവരുടെ സഖ്യകക്ഷികളുമാണ്. എന്നാൽ അറേബ്യൻ രാഷ്ട്രമായ UAE-യും ഇസ്രായേലുമൊക്കെ ഹമാസിൻ്റെ എതിരാളികളാകുമ്പോൾ യൂറോപ്യൻ യൂണിയനും കാനഡയും പരാഗ്വേയും യുണൈറ്റഡ് കിങ്ഡവും ജപ്പാനും ഇസ്രയേലും ഓസ്ട്രേലിയ ഒക്കെ തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങൾ തീവ്രവാദ സംഘടനാ പട്ടികയിൽ പെടുത്തിയിരിക്കുകയാണ് ഹമാസിനെ. ആദ്യം സേവന പ്രവർത്തനങ്ങളുമായിട്ടാണ് ഹമാസ് പ്രവർത്തിച്ചിരുന്നതെങ്കിലും പിന്നീടാണ് രാഷ്ട്രീയ സൈനിക ശക്തിയായി ഗാസയിലെ ഭരണകർത്താക്കളായി ഇവർ മാറിയത്. ഹമാസിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളെ ഒരു കാലത്ത് ഇസ്രായേൽ പിന്തുണച്ചവരുമാണ്. കൂടാതെ യാസർ അറാഫത്തിൻ്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന പാലസ്തീൻ വിമോചന മുന്നണിയെ തളർത്തുവാൻ ഹമാസിന് എല്ലാവിധ പ്രോത്സാഹനവും സായുധ പോരാട്ടത്തിന് എല്ലാ സഹായങ്ങളും ഇസ്രായേൽ നൽകിയിരുന്നു. 1975-ൽ അമേരിക്ക ഹമാസിനെ തീവ്രവാദ സ്വഭാവമുള്ള ഒരു സംഘടനയായി കണക്കാക്കുകയും ചെയ്തു. 2002-ൽ കാനഡയും അതേപോലെ 2021-ൽ ബ്രിട്ടനും ഹമാസിനെ ഒരു ഭീകരവാദ സംഘടനയായി കണക്കാക്കിയപ്പോൾ ചൈന ഇന്നുവരെ ഹമാസ് ഒരു ഭീകര സംഘടനയാണെന്ന ഒരു പരാമർശം പോലും നടത്തിയിട്ടില്ല. അതുതന്നെയാണ് ഇവിടെ കേരളത്തിലും ചൈനയെ പിന്തുണക്കുന്ന CPM ഹമാസിനെ ഇങ്ങനെ തള്ളിപ്പറയാത്തത്.
ഏതായാലും മലപ്പുറത്ത് 2023 ജമാഅത്തെ ഇസ്ലാമിയുടെ യുവജന വിഭാഗമായ സോളിഡാരിറ്റിയുടെ ഒരു സമ്മേളനത്തിൽ മുഖ്യ പ്രസംഗം നടത്തിയത് ഹമാസിൻ്റെ മുൻ തലവനായിരുന്ന ഖാലിദ് മഷാൽ ആയിരുന്നു. പക്ഷേ അന്ന് വിസയുടെ ഒരു പ്രശ്നം വന്നതിനാൽ വെർച്വൽ പ്രോഗ്രാം നടത്തുവാനേ അദ്ദേഹത്തിന് സാധിച്ചുള്ളൂ. ഒരു കാര്യം ഉറപ്പാണ്, കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ സർക്കാരാണെങ്കിലും വലതുപക്ഷ സർക്കാരാണെങ്കിലും ഇവിടെ മതഭീകരവാദവും തീവ്രവാദവും അനുദിനം വളർന്നുകൊണ്ടേയിരിക്കുന്നു എന്നതിൻ്റെ ഒരു മകുടോദാഹരണമായിരിക്കുകയാണ് തൃത്താലയിലെ ഈ ആന എഴുന്നള്ളിപ്പിലെ ഹമാസ് ഭീകരരുടെ ചിത്രപ്രദർശനം.